നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2026 ജൂലൈ മാസത്തെ പൂരോരുട്ടാതി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. പൂരോരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്നത് കുംഭത്തിലും ശേഷം 15 നാഴിക വരുന്ന മീനത്തിലുമാണ്. അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയം അത് കാരണം ദൈവാധീനക്കുറവുണ്ട്. മാത്രമല്ല ലഗ്നത്തിൽ അമൃതവിഷ്കണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത്. സന്തോഷിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ടെൻഷൻ ഉണ്ടാകുക, ഇടയ്ക്ക് തലവേദന ഉണ്ടാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗ. മാത്രമല്ല 7ാം ഭാവത്തിൽ ക്ഷുദ്രകാരകനായിരിക്കുന്ന കേതു ബാധകാധിപതിയോട് യോഗം ചെയ്ത് നിൽക്കുന്നത് കാരണം കൊണ്ട് ഭവന സംബന്ധമായിട്ട് വീട് വിട്ട് നിൽക്കാൻ ഇടവരിക, വീട്ടിൽ കുറച്ച് കലഹങ്ങളോ ചെറിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ മുഖാന്തരം ബുദ്ധിമുട്ടാൻ ഇടവരിക. എന്തിനിറങ്ങിയാലും അതിന് ആദ്യം തടസ്സമാണ് വരിക. അപ്പോൾ കുടുംബ സംബന്ധമായിരിക്കുന്ന കുറച്ച് ദോഷങ്ങളുള്ളത് കൊണ്ട് പ്രിയ കലഹോസ്തകത എന്ന് പറയുന്ന ഒരു യോഗം, സൗന്ദര്യപ്പിണക്കം, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ സൗന്ദര്യപ്പിണക്കം ഉണ്ടാകുക, സ്വസ്ഥത കുറവുണ്ടാകുക, ചെയ്യുന്ന കാര്യങ്ങൾക്ക് മുടക്കം ഉണ്ടാകുക. മാനസികമായിട്ട് അകന്ന് നിൽക്കുന്നവരാണെങ്കിൽ ബന്ധം തന്നെ ഒഴിവാകാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു സമയമായിട്ട് വേണം കണക്കാക്കാനായിട്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ നന്നായിട്ട് ശ്രദ്ധിക്കുകയും നല്ല പരിഹാരങ്ങൾ ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ഒരു സമയമാണ്. മാത്രമല്ല ലഗ്നത്തിൻ്റെ 2ാം ഭാവത്തിൽ രക്ഷാസ്ഥാനത്ത് ചന്ദ്രലഗ്നാധിപതി നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്വയം മുന്നിട്ടിറങ്ങി ചെയ്യുന്ന കാര്യങ്ങളിലാണ് അഭിവൃദ്ധി ഉണ്ടാകുക. മറ്റുള്ളവരുടെ സഹായം കൊണ്ട് കാര്യങ്ങൾ അനുകൂലമായി വരാനുള്ള സാധ്യത കുറവുമാണ്. പിന്നെ വിദേശയാത്ര പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. കാരണം വിട്ടു നിൽക്കാനാണ് ഈ സമയത്ത് യോഗം. വിട്ടു നിൽക്കുമ്പോൾ ദേഷ്യം, എടുത്തിയാട്ടം, കലഹ സ്വഭാവം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. വിദേശയോഗം പോലെയുള്ള കാര്യങ്ങൾ, പരദേശകാരണ അന്യദേശവാസ യോഗം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് യോഗം ഉള്ളത്. കർമാധിപതി കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്ത് നിൽക്കുന്ന കാരണം കൊണ്ട് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂലമായിരിക്കുന്ന ഗുണഫലം തന്നെയാണ് കാണുന്നത്. ദൈവാധീനക്കുറവ് കാരണം കൊണ്ട് ഇതേപോലെ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ അഭിവൃദ്ധി കുറവുണ്ടാകും എന്നുള്ളതാണ് ഒരു ദോഷമുള്ളത്. 5ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് ബുധൻ നിൽക്കുന്നത്. മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നൊരു സമയമൊക്കെ തന്നെയാണ്. പക്ഷേ ദൈവാധീനം ഉണ്ടാകണം. അപ്പോൾ ദൈവാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുത്താർച്ചന മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ശംഖാഭിഷേകം, നെയ്വിളക്ക് എന്നീ വഴിപാട് ചെയ്യുക. പിന്നെ ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യുക. പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണം അനുഭവിക്കേണ്ട സമയമാണ്. കാരണം ചെന്നാൽ ലഗ്നാധിപതി 5ാം ഭാവത്തിലാണ്. സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണ് ലഗ്നാധിപതി. 5ൽ നിൽക്കുന്നതുകൊണ്ട് ദൈവാധീനം, ദീർഘായുർയോഗം മുതലായിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ഭദ്രായോഗം ചെയ്ത് 4ൽ ബുധൻ നിൽക്കുന്ന കാരണം കൊണ്ട് കുടുംബസുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും, ദാമ്പത്യ സുഖം അനുഭവിക്കാനായിട്ട് സാധിക്കും. കർമാധിപതി 5ലുള്ള കാരണം കൊണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യാനായിട്ട് യോഗമുള്ള സമയമാണ്. അപ്പോൾ എല്ലാം കൊണ്ടും പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴികയിൽ ജനിച്ചവർക്ക് അനുകൂലമായ ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. പൂരോരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴികയിൽ ജനിച്ചവർ നല്ല പരിഹാരങ്ങൾ ചെയ്താൽ മാത്രമേ തടസ്സങ്ങൾ മാറി അനുകൂലമായ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ ഈ സമയത്ത്, ഈ മാസത്തിൽ യോഗം കാണുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.